വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ ബിജെപി നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. ഈരാറ്റുപേട്ട മുൻ ചീഫ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിനെ റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിരുന്നു കോടതി. ഇന്നിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ആരോഗ്യാവസ്ഥയൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് പി.സി. ജോർജിന് ജാമ്യം കിട്ടുമോ? എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ പറഞ്ഞത് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ജോർജിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് പൊതുവെ അഭിഭാഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഈ വലിയ വാദം തന്നെ രാവിലെ മുതൽ 3 ഘട്ടമായി നടന്നിരുന്നു. ഈ വാദത്തിലെല്ലാം പി.സി. ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് കോടതി ഈ പോലീസ് അന്വേഷണം പൂർത്തിയായതാണ്, പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായതാണ്. അങ്ങനെ ഒരു പ്രതിക്ക് ഇനി മറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത് വിചാരണ സമയത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രതി പിന്നീട് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഈ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല എന്നാണ് പരാതിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് സർക്കാർ അഭിഭാഷകൻ ചെയ്തത്. എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചെങ്കിലും പക്ഷെ അതെല്ലാം മുൻകൂർ ജാമ്യാപേക്ഷയുടെ സമയത്തല്ലേ എന്ന ചോദ്യം കോടതി ഉയർത്തുന്നു. മാത്രമല്ല അദ്ദേഹം ഈ പല കോടതി വിധികളും ലംഘിച്ചിട്ടുള്ള ആളാണ് എന്ന വാദം ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയപ്പോൾ അതേസമയം തന്നെ അതിന് അത് സംബന്ധിച്ച് ഒരു നോട്ടീസും ഒരു കോടതി പോലും നൽകിയിട്ടില്ല എന്ന വാദം പി.സി. ജോർജിന്റെ അഭിഭാഷകനും ചൂണ്ടിക്കാണിച്ചു. അത് വെറുതെ ഒരു മൈതാന പ്രസംഗം എന്ന നിലയിൽ മാത്രം നടത്തിയാൽ പോരാ, അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ വേണമെന്ന ആവശ്യവും പി.സി. ജോർജിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അത്തരം രേഖകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, കാരണം അത്തരം നോട്ടീസൊന്നും നൽകിയിട്ടില്ല. എന്തായാലും ഈ 2 വാദമല്ലാതെ, അതായത് ജയിലിൽ കിടന്നിട്ടില്ല, ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, ഈ 2 അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ജോർജിന് ജാമ്യം നൽകാതിരിക്കാനെന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. മാത്രമല്ല അന്വേഷണം പൂർത്തിയായല്ലോ എന്ന കാര്യവും കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഈ സാഹചര്യത്തിൽ പൊതുവെ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു വാദപ്രതിവാദങ്ങൾ ഇങ്ങനെയൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ ജോർജിനെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ വാദം പൂർത്തിയാക്കി ഇന്ന് രാവിലെ വിധി പറയാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. രാവിലെ വിധി പറയും. അങ്ങനെ വന്നാൽ തന്നെ ജോർജ് പുറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായാൽ തന്നെ അദ്ദേഹം പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൂടി ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾ, തുടർ ചികിത്സകൾ, പരിശോധനകളൊക്കെ കൂടി നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി വിധിയുണ്ടാകും. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് ഈരാറ്റുപേട്ട കോടതി വിധി പറയുന്നത്.